ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ചടപ്പടയിന്ന് ജോലിയെല്ലാം തീർത്തിട്ട് എനിക്ക് ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഫംഗ്ഷൻ പറഞ്ഞാൽ വീട് കുടിയിരിക്കലാണ് എൻ്റെ എളാപ്പാൻ്റെത്. അപ്പോൾ അവിടേക്കൊന്ന് വിസിറ്റ് ചെയ്യണം, ഉച്ചക്കൊന്ന് ചോറ് തട്ടണം. അപ്പം ഹസ്ബൻഡ് 11:30 മണിക്ക് തന്നെ മൗലൂദിന് ആൾറെഡി പോയിട്ടായിട്ടുണ്ടായി. പിന്നെ എൻ്റെ അമ്മായിമ്മ പോയിട്ടുണ്ടായി. പിന്നെ ഞാനും മോളും ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഒന്നാമത്തത് ശനിയാഴ്ച ഉച്ചയ്ക്ക് എങ്ങനെ മോൾ സ്കൂൾ വിട്ട് വരും. അപ്പോൾ മോളിനെ കൂട്ടിക്കൊണ്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലേറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ ജോലിയെല്ലാം തീർന്ന് കിട്ടല്ലേ. രാവിലെ 11:30 പറഞ്ഞാൽ ഞങ്ങൾ പോകണം, പിന്നെ വരണം, കുട്ടിയാളെ വിളിച്ചിട്ട് പിന്നെയും പോകണം. അപ്പോൾ അതെല്ലാം രണ്ട് പണിയാണ്. അപ്പോൾ ഞങ്ങൾ എന്താക്കി, മോള് വന്ന പിന്നെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എൻ്റെ ജോലിയെല്ലാം പെട്ടെന്ന് തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഈ വീഡിയോ എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ ഇങ്ങനത്തെല്ലാം ഒരു സംഭവം ഞാൻ കാണും കേൾക്കുന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡ് വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിട്ടോ അവിടേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ നാട്ടിൽ കുറേ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഈ സക്കരായപട്ടണ നാട്ടിൽ ഒന്നാമത്തത് ഇവിടെ ഒരു ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റത്തെ വീഡിയോയിലെല്ലാം കാട്ടിയിട്ടുണ്ടായി. രണ്ടാമത്തെ സംഭവമാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാട്ടാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ എളാപ്പൻ്റെ വീടാണ്. നല്ല ഭംഗിയുള്ള വീടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചത്തെ ചോറ് വയ്യെല്ലാം ഞാൻ തീർത്തിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ലേറ്റായിട്ട് വന്നതുകൊണ്ട് വേഗം വെച്ചിട്ട് പിന്നെയാണ് ഞാൻ വീട് കാണാൻ മേലെല്ലാം ഒന്ന് കയറിയത് കേട്ടോ. ഇപ്പോൾ ഞങ്ങളിവിടെ നിന്നപ്പോൾ എന്താ ഞാൻ കാട്ടുണ്ടല്ലോ, അതാണ് ഞാൻ പറയാൻ പോണ സംഭവം. അപ്പോൾ അവിടെ ആൾക്കാർ ഉള്ളതുകൊണ്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞു അവിടെ ഒരു കോട്ട ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കാണാൻ പോകാം. അപ്പോൾ എൻ്റെ മോൾക്ക് ഞാൻ മീഷോന്ന് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വീഡിയോയിൽ കാട്ടാൻ പറഞ്ഞപ്പോൾ ഓൾ ഫാഷൻ ഷോ ആക്കി നടക്കുകയാണ്. ഓൾ അങ്ങനെ വീഡിയോ കണ്ട് പറഞ്ഞാൽ അപ്പോൾ ഫോട്ടോ എടുക്കണം, ക്യാമറ കണ്ട് അപ്പം ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, അങ്ങനത്തെ ഒരു പിരാന്താണ് ഓൾക്ക്. അപ്പോൾ ഞാനും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഞങ്ങളത് കയറാൻ പോയിട്ടായിട്ടോ. 10-20 മെറ്റിലോളം വരും ഇത് കയറാൻ കേട്ടോ. ഇവിടെ ഒരു കോട്ട ഉണ്ടായി, വാതിലുണ്ടായി. ഇതിന് അകത്ത് ഫുള്ള് ഓപ്പൺ എന്ന് പറയണം കേട്ടോ. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ വന്ന ടൈമിലെല്ലാം ഇത് എൻ്റെ കല്യാണമായിട്ട് ഞാൻ വന്നപ്പോൾ ഇതിനിടയിൽ ഒരു കോട്ട വാതിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായി. അവിടെ പിന്നെ ആൺകുട്ടികളുടെ അത് ഇതും എല്ലാം ഉള്ളതുണ്ട്, അത് മൂടി കെട്ടിയെന്നോ എന്തൊക്കെ പറയും അത്, ആ വാതിലങ്ങോട്ട് മൂടിക്കുന്നത് പറഞ്ഞിട്ടപ്പോൾ. പിന്നെ ഞങ്ങൾ നല്ല ബിരിയാണി തട്ടിയതുകൊണ്ട് ഈ മെറ്റിൽ കയറാൻ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. ഈ പള്ളക്കന ഉള്ളതുകൊണ്ട് അങ്ങനെ തട്ടിയും മുട്ടിട്ടെല്ലാം ഞങ്ങളുടെ അതിന് മണ്ടക്ക് കയറിണ്ടായി കേട്ടോ. ഞങ്ങൾക്ക് അകത്തെ കോട്ടനകത്തൊന്നും പോകാൻ പറ്റില്ല. അവിടെ വാതിലുണ്ടായിന്നൊക്കെ പറയും, പക്ഷേ എനിക്കറിയില്ല, ഉണ്ടാവും, പറയാൻ പറ്റില്ല. പണ്ടത്തെ ആൾക്കാരല്ല, ഇപ്പോൾ അത് റീസെൻ്റായിട്ടുള്ള ആൾക്കാർ തന്നെ പറഞ്ഞത് വാതിലുണ്ടായി, അതൊന്ന് മൂടിക്കണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാട്ടാൻ വന്ന സംഭവം എന്താണെന്ന് അറിയോ? ഇതാണ് ഇത് പീരങ്കിയോ പീരങ്കിന്ന് തോണ്ട് പറയണത്. ഇത് കാണാൻ ഈ വീഡിയോയിൽ ഇത്ര ചെറുതാണെങ്കിൽ വലുതെന്ന് പറഞ്ഞാൽ അത് എന്തിലാണ് ഉണ്ടാക്കിയതെന്നൊന്നും അറിയില്ല. പക്ഷേ നല്ല ഗട്ടിയുള്ളൊരു ഇരുമ്പാണെന്ന് അറിയാൻ മാത്രം. അതിൻ്റെ ഗുണ്ടാണ് കേട്ടോ അവിടെ താഴെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മണ്ടൊക്കെ കയറിയപ്പോൾ ഇടീ ഞങ്ങളുടെ നാടെല്ലാം ഇതിൽ കാണാം കേട്ടോ. അത്ര ഭംഗിയും പിന്നെ നല്ല കാറ്റാട്ടോ. പിന്നെ ആ മല കണ്ട്, അത് ശകുനഗിരി ഗുഡ എന്നൊക്കെ പറയും. അതിൻ്റെ മേലിൽ ഇവിടെ ജാത്ര ടൈമിൽ പെണ്ണുങ്ങൾ പെൺകുട്ടികൾ കല്യാണമാവാത്തവരെല്ലാം ഒരു നേർച്ച വെച്ചിട്ട് ആ മലൻ്റെ മേലെ കയറും കേട്ടോ. അവിടെ എന്തോ ഊഞ്ഞാലുണ്ടെന്നോ, ടിപ്പു സുൽത്താൻ്റെത് ഊഞ്ഞാലെന്നോ കിണറുണ്ടെന്നോ അങ്ങനെയൊക്കെ പറയുമോ അതിൻ്റെ മേലെ കേട്ടോ. ഇതിൻ്റെ സ്റ്റോറി എനിക്ക് ജാസ്തി അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്ന് അറിയാൻ പറഞ്ഞിട്ട് വിചാരിച്ചു. പക്ഷേ എനിക്കത് അത്രയ്ക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയണില്ല ഇതിൻ്റെ സ്റ്റോറി കേട്ടോ. പിന്നെ ഞങ്ങളുള്ള നാടിൻ്റെ പേര് സക്കരായപട്ടണമാണ് കേട്ടോ. അതൊരു രാജാവിൻ്റെ പേരായിരുന്നു എന്നാണ് പറയുന്നത്. സക്കരായ പറഞ്ഞത് ആളുടെ പേരാണെന്ന് പറയാം. അപ്പോൾ അപ്പോഴത്തെ കാലത്ത് ഇതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ഇതിൽ എൻ്റെ അമ്മോസം കാക്ക എൻ്റെ അമ്മായിമ്മൻ്റെ ഉള്ള ടൈമിലെല്ലാം ഇതുണ്ട് ഇവിടെ, ഈ പീരങ്കി ഉണ്ട് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ കുറേ കാലത്തെ പഴക്കെല്ലാം ഉണ്ടാവും അതിന്. ഇത് ഇവിടെ ഇതൊക്കെ പൂജയെല്ലാം ചെയ്യും തോന്നുന്നുണ്ട്. അതിൽ കുങ്കുമവും മഞ്ഞളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ള പ്ലേസ് അല്ലേ, നല്ല ഭംഗി, നല്ല ഒരു വ്യൂ, നല്ലൊരു കാറ്റ്. അവിടെ പോയിട്ട് കുറേ നേരം ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായി കേട്ടോ. കുറേ നേരം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറോളം ഞങ്ങൾ അതിൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടായി. ഇതാണ് ഞങ്ങളുടെ നാടാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ നാട് കർണാടകയിലുള്ളതുകൊണ്ട് ഇവിടെ എല്ലാവരും കന്നഡത്തിൽ തന്നെ വർത്താനം പറയാം കേട്ടോ. മലയാളം ഞങ്ങളുടെ ഫാമിലിയിൽ ആൾക്കാർ മാത്രം മലയാളത്തിൽ വർത്താനം പറയുള്ളൂ. അതിൽ ഞങ്ങളുടെ ഫാമിലി പകുതി മംഗലാറും പകുതി കേരളം, അങ്ങനെയാണ് കേട്ടോ. എല്ലാം മിക്സിങ്ങിലാണ് ഞങ്ങളിവിടെ വർത്താനം പറയാറുള്ളത്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിട്ട്, ഇറങ്ങാൻ പിന്നെ പെട്ടെന്നാവുമല്ലേ. അപ്പോൾ ഇറങ്ങിയിട്ട് ഞങ്ങൾക്കൊന്ന് മെഡിക്കലിൽ പോകേണ്ടിയിരുന്നു. എൻ്റെ പൂച്ചക്കുട്ടിക്കൊന്ന് ഫുഡ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ്സ് എഴുതിയായിരിക്കും.